ഹായ് ഹലോ. നമ്മൾ ഇന്ന് മലപ്പുറം തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ബ്രില്യന്റിലെ ഈ വർഷത്തെ 2024 നീറ്റിലെ ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്ത ഫാത്തിമ മർവയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അപ്പം ഫാത്തിമ മർവയുടെ ഈ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കാം. അപ്പം ഇപ്പൊ 720-ൽ 694 മാർക്ക് കിട്ടി. എങ്ങനെയായിരുന്നു ആ മാർക്ക് കിട്ടിയപ്പോൾ ഉള്ള ഒരു ഫീലിംഗ്? ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ആ മാർക്ക് എക്സാം ഹാൾ ഇറങ്ങി വന്നപ്പോൾ പ്രതീക്ഷയല്ല. പക്ഷേ പിന്നീട് ആൻസർ കീ എല്ലാം നോക്കിയപ്പോൾ 694 ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ട്. അപ്പം ഹയർ സെക്കൻഡറി മുതൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നോ നീറ്റ് എഴുതണം? ഇല്ല, അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ നീറ്റ് എഴുതണം, ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. പിന്നീട് +1 +2 ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ നീറ്റ് എഴുതണം എന്നൊക്കെ വിചാരിച്ചു തുടങ്ങിയത്. കൂടുതലായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു എയിം വന്നു തുടങ്ങിയത് ക്രാഷ് കോഴ്സിന് ഞാൻ ബ്രില്യന്റ് ചേർന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു സ്കോർ നേടാൻ പറ്റി. അപ്പോഴാണ് എന്നെ കൊണ്ട് പറ്റുന്നൊരു ചിന്ത ഉണ്ടായത്. അപ്പം +1 +2 കഴിഞ്ഞ് ഡയറക്റ്റ് ബ്രില്യന്റിലോട്ടാണല്ലോ വന്നത്. അപ്പം ബ്രില്യന്റിലോട്ട് കയറിയപ്പോ ആ ഒരു വർഷത്തെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ദിവസം പോണതേ അറിയുന്നുണ്ടായിരുന്നു. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയാലും റൂംമേറ്റ്സ് ആയാലും ക്ലാസ്മേറ്റ്സ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഹോം സിക്നെസ്, ഞാൻ ആദ്യമായിട്ടാണ് വീട് വിട്ട് നിൽക്കുന്നത്. എന്നാലും അതിന്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടില്ല. എല്ലാ വിഷമങ്ങളിലെല്ലാം നമുക്ക് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ ആശ്വസിപ്പിക്കാൻ എല്ലാം നമ്മുടെ റൂംമേറ്റ്സും വാർഡൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ബ്രില്യന്റിലെ ഫാക്കൽറ്റീസും അവരുടെ പഠിപ്പീരും എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയൊക്കെ മോളുടെ എക്സാം സ്കോറിനെ അത് അഫക്ട് ചെയ്തിട്ടുണ്ട്? നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാ കോൺസെപ്റ്റ്സും നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുമായിരുന്നു. NCERT ബേസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊഫസേഴ്സിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസിലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് നന്നായിട്ട് നമുക്ക് ഡൗട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന പ്രൊഫസേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സസ് ആണ് എന്നെ കൂടുതലും ഇങ്ങനെ, ഞാൻ തിയറിയിൽ കുറച്ച് വീക്ക് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ക്ലാസ്സസ്, ഈ ബ്രില്യന്റിന്റെ തിയറി ബേസ്ഡ് ആയിട്ട് ക്ലാസ്സസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തിയറി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ സ്കോർ നേടാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു വർഷം ഇപ്പൊ ഹോസ്റ്റലിലാണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്റ്റൽ ലൈഫ് ഒക്കെ അവിടുത്തെ? ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഫുഡെല്ലാം നല്ല ഫുഡായിരുന്നു. നമുക്ക് ഞാൻ ഒരുപാട് ദൂരെയാണ്, ഞാൻ മലപ്പുറത്തുനിന്ന് കോട്ടയത്ത് നിന്ന് വന്ന് നിൽക്കുന്ന ആ ഒരു പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫുഡെല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും വാർഡൻസ് എല്ലാം നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് നമ്മുടെ റൂമിൽ വന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടോ എന്നെല്ലാം അന്വേഷിച്ച്, അതുപോലെ സ്കോർ കാർഡിൽ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നമ്മുടെ മാർക്കെല്ലാം നോക്കി എന്തെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടോ എന്നെല്ലാം വിലയിരുത്തി മിസ് നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നന്നായി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹോസ്റ്റൽ, ഞാൻ മാരീഡ് ഗോൾഡ് ഹോസ്റ്റലാണ് ഉണ്ടായിരുന്നത്. എല്ലാം കൊണ്ട് നല്ല ഹോസ്റ്റൽ. അപ്പം ഫാത്തിമ, ഇപ്പൊ ഈ ബ്രില്യന്റിലെ അക്കാഡമിക് ഫെസിലിറ്റീസ് എത്രത്തോളം മോളുടെ എക്സാമിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? നമുക്ക് അടുത്തുള്ള ഹോസ്റ്റൽ ആയതുകൊണ്ട് നമുക്ക് നൈറ്റ് റെഫറൻസ് എല്ലാം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേ നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം, എല്ലാ ബഹളങ്ങളിലെല്ലാം ഒഴിഞ്ഞ് നമുക്ക് നല്ല സുഖമായിട്ട് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈബ്രറി, നല്ല ഒരുപാട് ബുക്സ് ഉള്ള ഒരുപാട് കളക്ഷൻസ് ഉള്ള ലൈബ്രറി ആയിരുന്നു. എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീക്ക്ലി എക്സാംസ് എല്ലാം എഴുതുമ്പോൾ നമ്മൾ ഓരോ വീക്കും നമ്മൾ സൺഡേ നമ്മൾ ഇഫക്റ്റീവ് ആയിരുന്നു പഠിക്കുമായിരുന്നു. കാരണം മൺഡേ എക്സാം ആണെന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇഫക്റ്റീവ് ആയിട്ട് സൺഡേ ഇരുന്ന് പഠിക്കും. പിന്നെ ഓരോ റിസൾട്ട് അനാലിസിസിന് വേണ്ടിയിട്ട് സ്റ്റീഫൻ സാറാണ് ഞങ്ങൾ ഡയറക്ടർ. സാറ് ക്ലാസ്സിക്ക് വരുന്നത് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഒരുപാട് സന്തോഷമായിരുന്നു സാറ് വരുന്നത്, ഇങ്ങനെ ക്യാഷ് പ്രൈസ് വരുന്നതെല്ലാം ഒരുപാട് സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഓരോ പ്രൈസിന് വേണ്ടി ഞങ്ങളെ ഉള്ളിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്തുകൊണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫെസിലിറ്റീസ് എല്ലാം വീക്ക്ലി എക്സാംസ് ആയാലും അതുപോലെ ലാസ്റ്റിലെ മോഡൽ എക്സാംസ് ആയാലും എല്ലാം ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ മോഡൽ എക്സാം എന്ന് പറഞ്ഞല്ലോ, മോഡൽ എക്സാം എത്രമാത്രം ഇത് ചെയ്തിട്ടുണ്ട് മോളുടെ എക്സാം മാർക്കിന്, നീറ്റിന്റെ മാർക്കിന്? മോഡൽ എക്സാമിൽ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം മോഡൽ എക്സാമിൽ കാണാത്ത, ആ പാറ്റേണിലില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ നീറ്റ് എക്സാം പേപ്പറിൽ കണ്ടിട്ടില്ല. എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും തിയറി ബേസ്ഡ് ആയാലും അസേർഷൻ റീസൺ ആയാലും എല്ലാം മോഡൽ എക്സാം ചോദിച്ചിട്ടുണ്ട്. അത്രയും അധികം മോഡൽ എക്സാംസ് നമ്മൾ എഴുതി, അത്രയും ബബിളെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് നമുക്ക് നീറ്റ് എക്സാമും ബ്രില്യന്റിലെ ഒരു മോഡൽ എക്സാം ആയി മാത്രമാണ് ഫീൽ ചെയ്തിരുന്നത്. അത്രയും അധികം എക്സാംസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്ക് കുറയുമ്പോഴെല്ലാം അതിലെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി അത് എഴുതി വെച്ച് അതിൽ മിസ്റ്റേക്കുകൾ തിരുത്താൻ വേണ്ടി ശ്രമിച്ചു.
അങ്ങനെ ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് കണ്ടതുകൊണ്ട് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നീറ്റിന് ചോദിച്ചിട്ടില്ല എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ MBBS എന്ന് പറഞ്ഞ സ്വപ്നമായിരുന്നു, അത് കുഞ്ഞിലെ മുതൽ ആഗ്രഹമാണ് MBBS, അത് ആരെങ്കിലും വേറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആരും ഇൻഫ്ലുവൻസ് ചെയ്തതല്ല. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ആരാ വെച്ചാൽ ബ്രില്യന്റ് തന്നെയാണ്. കാരണം ക്രാഷ് കോഴ്സ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ ഡ്രീം എന്നെപ്പോ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് ക്രാഷ് കോഴ്സിന് ചേർന്ന് അത്രയും മാർക്ക് സ്കോർ ചെയ്തപ്പോഴാണ്. പിന്നെ ക്രാഷ് കോഴ്സ് കഴിഞ്ഞപ്പോൾ എന്നെ മോറൽ സാർ കോണ്ടാക്ട് ചെയ്തിരുന്നു. സാറ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ വർഷം ഇത്രയും മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത വർഷം നല്ലൊരു മെഡിക്കൽ കോളേജിന് ചേരാൻ പറ്റും, അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇവിടെ ബ്രില്യന്റിൽ തന്നെ ചേർന്നോന്ന്. അങ്ങനെയാണ് ഞാൻ ബ്രില്യന്റിൽ വന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പം ഫാത്തിമയുടെ ഡ്രീം ആയിരുന്നു MBBS എന്നുള്ളത്. ഇനി അടുത്ത ഒരു ഇതായിട്ട് നമുക്ക് നോക്കുന്ന ഒരു നല്ല കോളേജിൽ കയറുക എന്നുള്ളത്. ഫാത്തിമയുടെ ഇഷ്ടം ഏത് കോളേജിൽ പോകണം? എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ്, സെക്കൻഡ് ട്രിവാൻഡ്രം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുക്കാൻ എന്തായിരിക്കും കാരണം? കോഴിക്കോട് തിരഞ്ഞെടുക്കാൻ കാരണം ഒന്നാമത് ഞങ്ങൾ വീട്ടിന് കുറച്ചുകൂടി അടുത്തുള്ള കോളേജാണ്, പിന്നെ റാങ്കിങ്ങും അതുപോലെ എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി കോഴിക്കോടായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പൊ ഇനിയും വരാൻ പോകുന്നത് നീറ്റ് 2025. അപ്പൊ അതിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഫാത്തിമയുടെ വക എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കുന്നത്? എനിക്ക് പറയാനുള്ളത് നല്ല സ്റ്റഡി ആയിട്ട് പഠിച്ചു പോവാ. എക്സാംസ്, വീക്ക്ലി എക്സാംസ് ആയാലും ഒന്നും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുക. ക്ലാസ്സസ് എല്ലാം കൃത്യമായിട്ട് ലെക്ചർ നോട്ടെല്ലാം എഴുതിയെടുത്ത് അന്നന്ന് പഠിപ്പിക്കുന്ന അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വല്ല പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സിലെല്ലാം നമുക്ക് അത് കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടെൻഷൻ ഇല്ലാതെ ഹാപ്പി ആയിട്ട് പഠിക്കുക. കാരണം ബ്രില്യന്റിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബ്രില്യന്റിൽ നമ്മളെ ഡോക്ടർ ആക്കിയിട്ടേ നമ്മളെ വിടുള്ളൂ, അത്രയും ഉറപ്പുണ്ട്. കാരണം അങ്ങനെ വലിയ ബേസ് കിട്ടി വന്ന ഒരാളല്ല ഞാൻ. ചെറുപ്പം മുതൽ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാണ്. എന്നിട്ടും എനിക്ക് ഇത്രയും വലിയൊരു സ്കോറിൽ എത്താൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതിന്റെ വലിയൊരു പങ്ക് ബ്രില്യന്റ് തന്നെയാണ്. അപ്പം ഫാത്തിമയുടെ ആഗ്രഹം പോലെ തന്നെ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം സമയം തന്ന ഫാത്തിമയ്ക്ക് വളരെയധികം നന്ദി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.